അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ക്രിസ്മസ് തന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. അപ്പോൾ പതിവ് പോലെ എല്ലാ ക്രിസ്മസിനും ഞാൻ ബ്രോഡ്വേയിൽ മീത്ത ബസാറിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. കുറേ വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും ഒരു ക്രിസ്മസിൻ്റെ ഫീല് വരുന്ന അവിടുത്തെ നക്ഷത്രങ്ങളും അവിടുത്തെ ഡെക്കറേഷൻസും ലൈറ്റിങ്ങും പിന്നെ ആ ഒരു തിരക്കൊക്കെ കാണുമ്പോഴാണ് ക്രിസ്മസ് വന്നു എന്നുള്ള ഫീല് വരണേ. അപ്പോൾ എന്തായാലും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വയറിങ് പരിപാടിയൊക്കെ ആദ്യം തുടങ്ങിയത് എൻ്റെ അപ്പനാണ്. അപ്പനിൽ നിന്നും ചേട്ടനിലേക്ക് അത് കൈമാറി. ചേട്ടനിൽ നിന്നും ഞാനത് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷത്തോളമായി. അപ്പോൾ ഒരു ഉപദേശം മാത്രമേ എൻ്റെ ചേട്ടൻ എനിക്കപ്പോൾ തന്നുള്ളൂ: പെങ്ങളെ, വീട് കത്തിക്കരുത്. അപ്പോൾ ആ ഉപദേശം ഇത്രയും നാളായിട്ട് ഞാൻ കൈക്കൊണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു: മോളെ, ഒരേ കളറുള്ള വയറുകൾ മാത്രമേ കൂട്ടി യോജിപ്പിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നീ വരെ കത്തിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ 2 ഉപദേശം കൈക്കൊണ്ട് ഇതുവരെയായിട്ടും വീടൊന്നും കത്തിക്കാണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ വീട് നല്ല രീതിയിൽ ഒരുക്കാറുണ്ട്. ഞാൻ എവിടെയായാലും എത്ര തിരക്കായാലും, ഈവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായാലും കോളേജിലായാലും ഇപ്പോൾ ഷൂട്ടുള്ള സമയത്തായാലും എൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഒരുക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതിസാഹസ്യമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോ എടുത്തിരുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണ കാണണേ. കാരണം ഞാൻ ഇതൊക്കെ രാത്രിയല്ല, അമ്മയൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വീഴും തെന്നിപ്പോവും. അത് ഞാൻ പറഞ്ഞുതരാം. മോട്ടിവേഷണൽ കഥകൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്തായാലും പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഞാൻ എൻ്റെ കാലൊന്ന് തട്ടി. ഭാഗ്യം വീണില്ല, പക്ഷെ സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അമ്മ എനിക്ക് ഓരോന്ന് പറയുന്നത് എടുത്തു തരുവാണ്. അങ്ങനെ അമ്മേൻ്റെ മോട്ടിവേഷൻ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണെന്നറിയോ പറയണേ. അമ്മേൻ്റെ നാട്ടിൽ ഇതുപോലെ സൺഷെയ്ഡിൽ ആരോ കയറിയപ്പോൾ കാല് തെറ്റി വീണു. അവിടെ ഒരു പാമ്പ് കിടപ്പുണ്ടായിരുന്നു. പാമ്പ് കടിച്ച കഥയും പിന്നെ ഷോക്ക് അടിച്ച കഥയും ഇതൊക്കെയാണ് പറയുന്ന സമയത്ത് പാമ്പ് പുള്ളിക്കാരുടെ ഫോണൊക്കെ തലയിരിഞ്ഞു പോയി. പാവൻ്റെ അമ്മ. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ നമ്മുടെ വൈറ്റ വന്ന് നോക്കി. ഞാൻ സേഫ് അല്ലാന്ന് കണ്ടപ്പോൾ അവന് സന്തോഷമായി. അപ്പോൾ അവൻ തിരിച്ചുപോയി. അപ്പോൾ അങ്ങനെ അമ്മ ഫോൺ തന്നിട്ട് പോയി. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആരോ വന്നിട്ട് പോയി. അപ്പോൾ അമ്മ വരാണ്ട് എനിക്ക് തിരിച്ചു കയറാനും പറ്റില്ല. അപ്പം ഞാൻ സാഹസികമായി ഇത്രയും പ്രവൃത്തി ചെയ്യണം എന്താണെന്നറിയോ? ഒരൊറ്റ സ്വിച്ച് കത്തിയാൽ മുകളിലത്തെയും താഴത്തെയും എന്നുള്ള ഫുൾ സ്റ്റാറും ലൈറ്റൊക്കെ കത്തും. അപ്പോൾ എനിക്ക് ഓടി നടന്ന് എല്ലാ സ്വിച്ചൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ കണക്ഷനിലാണ്. അപ്പോൾ ഇതുവരെയായിട്ടും വീട് അങ്ങനെ അടിച്ചു പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഹോളുണ്ട്. അപ്പോൾ ഹോളിൽ കൂടെ മുകളിലും താഴേക്കുള്ള ഒരു വയർ കണക്ഷൻ താഴേക്കും ഒരു വയർ കണക്ഷൻ മുകളിലേക്കുമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിവേ മെയിൻ പരിപാടി കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞു. ഇതൊക്കെ എന്താണെന്നറിയില്ല, ലാസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒരു ലൂസ് കോണ്ടാക്റ്റ് വന്നാൽ നമ്മുടെ എല്ലാ പരിപാടിയും പോയി. താഴത്തെ ഫ്ലോറിലേക്ക് വരുവാണ്. ഇപ്പോൾ മതിൽ പൊക്കി ഹൈറ്റ് കൂട്ടുവാണ്. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇനി അപ്പോൾ അതിന് മുമ്പ് ലൈറ്റിംഗ് ഒക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ ഈ ഇതെടുത്തിട്ട് കസാരയിൽ പണിയൊന്നും നടക്കാത്തതുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിലെ ഏണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ടൈൽസും വാലും തല്ലിപ്പൊട്ടിക്കല്ലേ എൻ്റെ മോളെ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ടായി. അപ്പോൾ എനിവേ കാലിട്ട് വലിച്ച് നമ്മുടെ വൈറ്റോയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. അമ്മേൻ്റെ പഴയ കഥകളൊക്കെ കേൾക്കാൻ, അതായത് നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലെ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അവർ മണ്ണെണ്ണ വിളക്കൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ സ്റ്റാർ വെക്കുക, കാറ്റ് വരുമ്പോൾ മണ്ണെണ്ണ വിളക്കും സ്റ്റാർ ആടുമ്പോൾ അത് കൂട്ടി കത്തുക, അങ്ങനെയൊക്കെ. അപ്പോൾ എനിവേ ഇത് മൊമെൻ്റ് ഓഫ് ട്രൂത്ത് വരുവാണ്. ഈ ബൾബ് കത്തിയാൽ നമ്മുടെ ഇന്നത്തെ പ്ലാൻ വർക്കൗട്ടായി. അപ്പോൾ എൻ്റെ സർവ്വദൈവങ്ങളെ, എൻ്റെ മാതാവിനെ വിളിച്ചതേ ബൾബ് കത്തി. ഈ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത്രയും വയറ് വലിക്കുന്നത് കാരണം എവിടുന്ന കണക്ഷനൊന്നും കത്തിയില്ലെങ്കിൽ എവിടെ എന്താ പറ്റുന്നത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ചെയ്തൊക്കെ വർക്കൗട്ട് ചെയ്തേ സ്റ്റാറും കത്തി. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഇതിനൊക്കെ വലിയൊരു കോമഡി ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതൊക്കെ ഒരു ദിവസത്തെ പരിപാടിയല്ല കേട്ടോ. ഇതൊക്കെ പല ദിവസങ്ങളിലുള്ള പരിപാടിയാണ്. പല ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ രാത്രിയിലും ചെയ്ത പരിപാടികളാണ്. എൻ്റെ വൈറ്റോടെ ഉറക്കം പോയി. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് എൻ്റെ ഓരോരോ ലുക്കുകളാണ്. അത് ഓരോ രാത്രിയിലും ഞാൻ ചെയ്യുന്ന ലുക്കുകളാണ്. ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ അട്ടർ ഫെയിലറായിട്ടിരിക്കുന്ന ലുക്കാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഉറക്കവും പോയി. അവസാനം വയറൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ ഉറങ്ങാൻ പോകുന്ന സ്റ്റേജാണ്. കാരണം വർക്കൗട്ടായില്ല. ഇതൊക്കെ വെറുതെ ഇതൊക്കെ ഊരിക്കളഞ്ഞു. ഇതൊന്നും വർക്കൗട്ടായില്ല. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു പണി പറ്റിയത്, എപ്പോഴും കുറേ വർഷമായിട്ട് വാങ്ങിച്ചൊരു ബൾബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൾബ് വർക്ക് ചെയ്തില്ല. അപ്പോൾ വീട്ടിൽ സോൾഡറിങ് അങ്ങനെ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെയാണ്, അറിയാലോ, ചേട്ടൻ്റെ നിന്നുള്ള ഇലക്ട്രിക്കൽ പണിയൊക്കെ പഠിച്ചത്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പം ഞാൻ കാണിച്ചൊരു പരിപാടിയാണ്. ഇത് ആരും വീട്ടിൽ ട്രൈ ചെയ്യരുത്. ഇത് നമ്മൾ ചൂടാക്കിയിട്ട്, ഇങ്ങനെയല്ല ചൂടാക്കിയിട്ട് ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു വയർ ആ ചിപ്പിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. പക്ഷേ ഗായ്സ്, വർക്കൗട്ടായി. ഞാൻ വിചാരിച്ചില്ല ഇത് വർക്കൗട്ടായി. പക്ഷെ ഇതിലും വലിയൊരു കോമഡി ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇത് ലാസ്റ്റ് ഡേ ആയി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. അതിന് മുന്നേ ഭയങ്കര ബിസിയായ ദിവസമായിരുന്നു. ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയുടെ കൂടെ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയി. ഇപ്പം സമയം രാത്രി 2:30 ആയി.
ഓഹ് എൻ്റെ കണ്ണുണ്ട്, ഞാൻ ഭയങ്കര ടയേർഡാ, എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആക്കിയേ പറ്റും. പിന്നെ ഞാൻ 2 കോമഡിയുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്നാമത്തെ കോമഡി, നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർ ഇട്ടായിരുന്നില്ലേ, അത് മഴ നനഞ്ഞ് പോയി ഗൈസ്. പിന്നെ നമ്മൾ സോൾഡറിങ് ഏണൊക്കെ വെച്ചിട്ട് ഒരു വയറിട്ട് ഉരുക്കിയില്ലേ, അതും പോയി ഗൈസ്. ഇതല്ലായിരുന്നിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇന്ന് പ്ലാൻ ചെയ്തേ, പക്ഷേ ഇത് 5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്ത് നമ്മുടെ പണ്ടത്തെ ക്രിസ്മസ് ട്രീ ആണ്. ഇതായിരുന്നു ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ശരിക്കുള്ള ക്രിസ്മസ് ട്രീ. പക്ഷേ ഇതിന് ചെറിയൊരു കേടൊക്കെ സംഭവിച്ചു. അപ്പോൾ അത് കാരണം ലൈറ്റും ചൂടൊക്കെ ഇട്ട് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. ഗാർഡനിങ് ഒന്നും എൻ്റെ ഹോബി ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ ചെടികളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കും, അമ്മ നടും. പക്ഷേ ചെടിയൊക്കെ വാടി പോകണ കണ്ടാൽ പിന്നെ എനിക്ക് സങ്കടം. ഞാൻ അവിടെ പോയി അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അതിനൊക്കെ തൊട്ടും തലോടി സംസാരിച്ച് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരടാ മക്കളെ എന്നൊക്കെ പറയുമ്പോൾ അത് വീണ്ടും പഴയതുപോലെ വളർന്ന് നല്ല മറ്റേ ചെടിയൊക്കെ കംപ്ലീറ്റ് പോയി അമ്മ കളയാൻ വെച്ചതാണ്. അതൊക്കെ ഞാൻ വളർത്തിയെടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷം. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളായാലും എനിക്കത് വളരെ ഇമോഷണലായൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓൾമോസ്റ്റ് ഇതൊക്കെ സെറ്റായി. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അതിന് മുമ്പ് നമ്മുടെ ടീരക്കുട്ടി ഞാൻ പരിചയപ്പെടാം. ഇത് നമുക്ക് രാത്രി വിശപ്പിൻ്റെ അസ്കതി ഉണ്ടാവുമല്ലോ. ഞാൻ കഴിച്ചത് ബ്ലാക്ക് ബീൻ കൊറിയൻ നൂഡിൽസാണ്. അപ്പോൾ ഇത് ജാപ്പനീസ് സീരീസ് കണ്ട ശേഷം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇതൊക്കെ പുൽക്കൂടും ഒക്കെ സെറ്റായി. മാതാവിനെയും ഉണ്ണീശാനെയും ഔസിപിതാവിനൊക്കെ വെച്ചു. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ രീതിയിലാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി ക്രിസ്മസ് വ്ളോഗ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. സർവ്വ ഐശ്വര്യങ്ങളും നന്മകളും ഈ ക്രിസ്മസിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗ് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അഫോർഡബിളായിട്ട് ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ഒരു കിടക്കാച്ചി സ്ഥലത്തെ പറ്റിയായിരിക്കും അടുത്ത വ്ളോഗ്. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും കൂടുതൽ അതിനെപ്പറ്റി കാണാനായിട്ട് നമ്മുടെ വ്ളോഗ് എന്തായാലും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ കൂടെ പണ്ട് ക്രിസ്മസ് ഉണ്ടായവരൊക്കെ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും. എന്നാലും അവരുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചെറിയ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഇത് തന്നെയാണ് പറയണേ തോന്നുന്നു. അപ്പോൾ ഇനി എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഐ ലവ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടുതൽ എൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഉള്ള വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.